السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്തിനെയും വഹദാനിയത്തിനെയും വിളിച്ചോതുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിലുള്ളത് പല നിലയിൽ അറിയിച്ചു തന്നതിന് ശേഷം ഇനി കാലവുമായി ഇതുവരെ മക്കാനുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളായിരുന്നു, ഇനി സമാനുമായി ബന്ധപ്പെട്ട ചില ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. അവനായാത്തി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടാണ് ആയത്തുൽ ലഹും അവർക്കൊരു ദൃഷ്ടാന്തമാണ് അല്ലൈൽ രാത്രി എന്നത്. നസ്ലഹു നമ്മൾ ഊരുന്നു മിൻഹു ആ രാത്രിയിൽ നിന്ന് അന്നഹാർ പകലിനെ ഊരുന്നു. രാത്രിയിൽ നിന്ന് പകലിനെ ഊരിയാൽ ഫൈദാഹും ആ സമയത്ത് അവര് മുദ്ലിമൂൻ ഇരുട്ടിലാകുന്നു. അങ്ങനെയാണല്ലോ, സൂര്യനെങ്ങനെ വലിക്കുന്ന അനുസരിച്ചുകൊണ്ടാണ് ഇരുളിങ്ങനെ വരിക. അതാണ് ഈ ഊരുക എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ജുബ്ബയും ബനിയനൊക്കെ ഊരും പോലെ ആലങ്കാരികമാണ്. എങ്ങനെ ഊരാണ്. ഒരു ഊരിൽ നിന്ന് ഊരുന്ന സമയത്ത് മറ്റൊരു ഊരിലേക്ക് സൂര്യൻ ഇങ്ങനെ മാറുന്ന സമയത്ത് അവിടെ പകൽ ഇവിടെ രാത്രി, അവിടുന്ന് ഊരുമ്പോ അവിടെ രാത്രി, അതിന്റെ അപ്പുറത്ത് പകൽ, ഇങ്ങനെ കറങ്ങല്ലേ. അപ്പൊ അത് വലിയൊരു ദൃഷ്ടാന്താണ്. എപ്പോഴും ഇരുട്ട് മാത്രമാണെങ്കിൽ നമ്മൾ പല പണികളും പാളും, എപ്പോഴും ലൈറ്റ് മാത്രമാണെങ്കിലും പല പണികളും പാളും. ഇന്ന് രോഗങ്ങൾ കൂടാൻ കാരണം രാത്രി മനുഷ്യൻ ലൈറ്റ് അനുഭവിച്ചാണ്. ഒരാൾക്ക് ഇത്ര മണിക്കൂർ ലൈറ്റ് എന്നൊരു കണക്കുണ്ട്. പക്ഷെ കാലത്തിന്റെ പുരോഗതി അനുസരിച്ചുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിനെയും ആത്മാവിനെയും കൊല്ലുന്ന വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഫുള്ള് ലൈറ്റാണ്. അവിടെയാണ് രാത്രി വർക്ക്. ലൈറ്റിന്റെ പകലും ലൈറ്റ് രാത്രിയും ലൈറ്റ്, പിന്നെ ഇരുട്ടില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ശരീരത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അമിതമായി ഈ ലൈറ്റിന്റെ താഴെ പ്രത്യേകിച്ച് ഈ വൈദ്യുതിയുടെ തരംഗം, രാത്രി ഉറങ്ങാത്ത അവസ്ഥ. പ്രഭാഷകന്മാരടക്കം എനിക്കടക്കം, ഞാൻ അപ്പൊ രാത്രി ഉറങ്ങിയിട്ടില്ല, ഇപ്പൊ എത്തിയുള്ളൂ. അപ്പോ ഇത് എല്ലാവർക്കും ബാധകമാണ്. തീരെ രാത്രി ഉറങ്ങാത്തൊരവസ്ഥ മനുഷ്യനെ രോഗിയാക്കും. അതുകൊണ്ടല്ലോ 60-65 വയസ്സിന് മേലെ പോയ പ്രഭാഷകന്മാർ വളരെ കുറവാണ്. തീരെ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം രാത്രി ഉറക്കമൊഴിക്കാണ്. ഗൾഫിലെ കുറെ ആളുകൾക്ക് വളരെ വലിയ സോക്കട് വരാൻ കാരണം രാത്രി ഉറക്കമൊഴിക്കാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് പകലും ഉറങ്ങൂല, രാത്രി ഉറങ്ങൂല, കഷ്ടപ്പെടുകയാണ്. ഒരു വീട് രോഗമായിട്ട് ലാസ്റ്റ് തിരിച്ചു വരിക. രാത്രി എന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. അതൊരു ഇരുളാണ്, അത് പുതപ്പാണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ وخلقناكم أزواجا وجعلنا الليل لباسا وجعلنا النهار معاشا وجعلنا الليل لباسا. രാത്രി നമ്മൾ നിങ്ങൾക്ക് പുതപ്പാക്കി തന്നില്ലേ. എന്താ പുതപ്പ്? എന്താണ്? ഒരുപാട് രഹസ്യങ്ങൾ മറച്ചേക്കാനുള്ളതാണ് പുതപ്പ്. സ്വാസ്ഥ്യമായിട്ട് ഗാഠനിദ്രയിലേക്ക് പോകാനുള്ളതാണ് പുതപ്പ്. അല്ലാഹു തആല ഉറങ്ങാനുള്ള ഭൂമി അത് തൊട്ടിലാക്കി തന്നു. അലം നജ്അലിൽ അർള മിഹാദ, തൊട്ടിലാക്കി തന്നു. തൊട്ടി നല്ലോ ഇളകും. പക്ഷെ ഈ ഇളകണ മൊത്തം ഉള്ളിൽ കിടക്കുന്ന കുട്ടി അതേ രൂപത്തിൽ അറിയണമെങ്കിൽ ഉറക്കം വരൂല. തൊട്ടി ഇങ്ങനെ ഇളകുണ്ടാവും. കുട്ടിക്ക് അതിന്റെ ചലനം അറിയാതെ ഉമ്മ ഇങ്ങനെ ആക്കും. എന്നപോലെ ഭൂമി എന്തോ ഒരു കറങ്ങണ. നമ്മളിപ്പോ വന്ന് ഇരുന്ന സമയത്തുള്ള സ്ഥലത്തല്ല ഇപ്പൊ ഉള്ളത്. എത്രോ കിലോമീറ്റർ അപ്പുറത്തിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് തൊട്ടില്. രാത്രി ഭക്ഷണം തന്നു, ഓക്സിജൻ തന്നു, എന്നിട്ട് രാത്രിയെ ഇരുളാക്കി പുതപ്പാക്കി, എന്നിട്ട് നമ്മളെ കിടത്തി. ഇമാര് ചെയ്യുന്ന പരിപാടി തന്നെ. രാത്രിക്ക് കുട്ടീനെ തൊട്ടിയിലിടുക, പാൽ കൊടുത്തിട്ട്, എന്നിട്ട് ഇങ്ങനെ മെല്ലെ കുട്ടി അറിയാതെ ആട്ടിക്കൊടുക്കുക ഉറങ്ങാൻ വേണ്ടിയിട്ട്. കുട്ടി ഉറങ്ങുമ്പോ കൊതടിച്ചിട്ട് ഉണരാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ വിശറിയേറ്റോ എന്തോ സാധനേറ്റോ കൊതുവിനാട്ടാൻ വേണ്ടി നിൽക്കുക. അതൊക്കെ അള്ളാഹ് ചെയ്യുന്നുണ്ട്. മനോഹരമായ ഭൂമി വിരിപ്പ് പോലെ നമുക്ക് തന്നു. അതിന് പുറമെ രാത്രിയുടെ ഇരുളിന്റെ പുതപ്പ് നമുക്ക് പോച്ചു തന്നു. എന്നിട്ട് രണ്ട് സൈഡിലും മലക്കുകളെ ഇരുത്തി. എന്തിനാണിത്? യദുബ്ബാനി അൻഹു,
ക്ഷുദ്രജീവികളോ പ്രാണികളോ വന്ന് ഈ ഉറങ്ങുന്ന ആളെ ഉപദ്രവിക്കുമ്പോൾ ഓട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും മലക്കുകളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഉണ്ട്, നമ്മൾ സമ്മതിക്കേണ്ടവരുണ്ട് എന്ന്. കാരണം നമ്മളെല്ലാരും ഉറങ്ങണ സമയത്ത് പലരും ദ്വാരങ്ങളൊക്കെ പുറത്താണുള്ളത്. മൂക്കിന്റെ ദ്വാരം ആരെങ്കിലും പഞ്ഞുവെക്കലുണ്ടോ? ഇന്ന് വരെ മൂക്കിന്റെ ഉള്ളിലൊക്കെ പാറ്റടന്നിക്കണോ? ഉറങ്ങുമ്പോ കടന്നുകണെങ്കിൽ പറയും. ഉറങ്ങണ സമയത്ത് മൂക്കിനുള്ളിലൊക്കെ പല്ലി അടന്നിക്കണോ? എന്താ കടക്കാത്ത? മലക്കുകളാട്ടിയിട്ടാണ്. സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇന്ന് വരെ തൊള്ളയൊക്കെ എലി അടന്നിക്കണോ? എലി എന്ന് പറഞ്ഞാൽ ഏത് പൊത്ത് കണ്ടാലും കടക്കേണ്ട സാധനമാണ്. തൊള്ള തുറന്നിട്ടാണ് ഉറങ്ങണത്. ഇന്ന് വരെ എലി അടന്നിട്ടില്ല. കാരണം എന്താ? മലക്കുകളാട്ടാണ്. യാ അല്ലാ. ചെവിട്ടിന്റെ ഉള്ളിൽ എന്താ? കരിക്കുഞ്ഞൻ. ഇവിടെ കരിക്കുഞ്ഞെന്നല്ല പറയാ. പിന്നെ ഒരു പീക്കാക്കുഞ്ഞനുണ്ട്. പീക്കല്ല, പീക്ക്. ആ പീക്കാക്കുഞ്ഞൻ. ഞാൻ വെറുതെ അങ്ങോട്ടും കൊണ്ട് ഇനീഷ്യൽ മാറ്റാൻ നിൽക്കണ്ട, സ്വീപ്പുണ്ടാക്കല്ലേ. ഞങ്ങളവിടെ പീക്കാക്കുഞ്ഞെന്നറിയാം. ഇവിടെ എന്താ പറയാ? അത് എന്തൊരു ചാട്ടാ ചാടാന്ന് അറിയോ? എന്ത് സുഖാണ്. തൊള്ളേക്ക് പീക്കാക്കുഞ്ഞൻ ചാടിയിട്ട് ആരെങ്കിലും ആശുപത്രി വെക്കണം ഉറങ്ങുമ്പോ? ഇല്ല. ഇത് അള്ളാന്റെ പണിയാണ്, ഹദീസാണ്. സ്വസ്ഥായിട്ട് ഉറങ്ങാൻ വിട്ടു. അത്ര രാത്രി എന്നുള്ള വലിയ ദൃഷ്ടാന്താണ്, വലിയ ദൃഷ്ടാന്താണ്. എന്നിട്ട് ഇങ്ങനെ ഉറക്കി കിടത്തിയിട്ട് അള്ളാഹ് അറിഞ്ഞ് സുബഹിക്ക് എണീച്ച് രണ്ടരക്ക നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന് പറ്റാത്തവന് പഠിച്ചവന് തൊയ്ത്തിൽ കെട്ടിയ പോത്തിന് നിലവാരം ഉണ്ടാവോ? വെള്ളം തന്നു, അന്നം തന്നു, ഓക്സിജൻ തന്നു, ഇരുളിന്റെ പുതപ്പ് തന്നു, കിടക്കാൻ ഭൂമി തന്നു, കഴിക്കാൻ ഭക്ഷണം തന്നു, കുടിക്കാൻ വെള്ളം തന്നു, ശ്വസിക്കാൻ ഓക്സിജൻ തന്നു. 10 മണിക്കൂർ ഉറങ്ങിക്കോ, സുബഹിക്ക് എണീച്ചിട്ട് രണ്ടരക്കാത്ത് എന്ന് പറഞ്ഞിട്ട് അതിനും പറ്റാതെ ഉറങ്ങുകയാണെങ്കിൽ ഓനെ പിന്നെ എവിടെ ഇടണ്ട്? ഒളിയത്തിന് കന്നു അങ്ങനെ ചന്തിയിലാതെ നരകത്തിലോ? പോത്ത് നരകത്തിലുണ്ടാവില്ല. പോത്ത് നരകത്തിലുണ്ടാവില്ല. പോത്തുകളൊക്കെ മണ്ണായി പോകും. പക്ഷേ ഈ പോത്തുണ്ടാവും. സുബഹിക്ക് സ്കരിക്കാത്ത പോത്ത് നരകത്തിലുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ ഇനി വേറൊരു കാര്യം ചിന്തിക്കാനുള്ളത്, രാത്രിയും പകലൊക്കെ ദൃഷ്ടാന്തമല്ലോ. ഇവിടെ എന്താ രാത്രി മാത്രം പറയാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. അതാണ് ഇനി ബന്ധം നോക്കിട്ടോ. നേരത്തെ പറഞ്ഞത് ചത്തുകിടക്കുന്ന ഭൂമിയെ മഴ പെയ്യിപ്പിച്ചിട്ട് പച്ചപ്പാക്കി സജീവമാക്കുന്നതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അതിന്റെ ഉള്ളിലൊരു രഹസ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് മരിച്ചു കിടക്കുന്ന ആൾക്കാരെ നമ്മൾ ജീവിപ്പിക്കുക എന്ന രഹസ്യന്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെയല്ലോ രാത്രിയും പകലുള്ളിടത്ത് രാത്രി മാത്രം എടുക്കാൻ കാരണം അതിന്റെ മുമ്പുള്ള ആയത്തിനോട് ഒപ്പിച്ചിട്ട്. കാരണം എന്താ? ആ ആയത്തിലൂടെ അള്ളാഹു തആല പരസ്യമായ ഒരു ആശയം പഠിപ്പിക്കുന്നതിലപ്പുറം അതിന്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് മരിച്ചെടുക്കുന്ന ആൾക്കാരെ ഉണർത്തുന്നത്. രാത്രി എന്നുള്ള സത്യത്തിൽ എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ? അത് മരിച്ചെടുക്കുന്നല്ലേ? സൂര്യോദയത്തോടു കൂടി മനുഷ്യൻ ഉണരുകയാണ്. അത് മരിച്ചെടുക്കുന്ന ആൾക്കാരെ ഉണരും പോലല്ലേ? അന്നൗമു അഹുൽ മൗത്തീന്നല്ലേ? ഉറക്കമെന്നത് മരണത്തിന്റെ ബ്രദറാണെന്നല്ലേ? എല്ലാരും ഇന്നലെ രാത്രി മരിച്ചിട്ടാണ് പോടന്നിരിക്കണത്. ഇനി ഉറങ്ങിക്കിടക്കണ കിനാവോ ഖബറിലുള്ള അനുഭവം പോലെ ചില ആളുകൾ പറയാറുണ്ട്. ഖബറിൽ അങ്ങനെ അദാബോ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഖബറ് തുറന്നു നോക്കിയാൽ കാണേണ്ടത്. കാണൂല, ഒരിക്കലും കാണൂല. 2 ഖബറുകൾ അടുത്തടുത്താണ്. ഒരു ഖബറിലുള്ള മയ്യത്തിന് നല്ല സുഖമാണ്, മറ്റൊരു ഖബറിലുള്ള മയ്യത്തിന് വളരെ പീഡനങ്ങളും പ്രശ്നങ്ങളും ദുരിതമാണെങ്കിലും ഇത് തമ്മിൽ ബന്ധമില്ല. ഒരാളത് മറ്റാൾ അറിയില്ല, ഇയാളുടെ അയാൾ അറിയില്ല. അങ്ങനെ കിടക്കുക. ഏതുപോലെ ഞാനും എന്റെ ഭാര്യയും കൂടി ബെഡിൽ കിടക്കണ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ 2 കുട്ടികൾ ബെഡിൽ കിടക്കണ സമയത്ത് ഒരാളിങ്ങനെ നീലാകാശത്തിലൂടെ പാരച്ചൂട്ടിട്ട് ഇങ്ങനെ പാറി പാറി ഇങ്ങനെ പോണ്, അവനിങ്ങനെ സൊയ്ക്കാണ്. താഴെ ഇറങ്ങിയിട്ട് ആഡംബര വണ്ടിയിൽ ഇങ്ങനെ പോണ്, നല്ല ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ കിനാവാണ്. തൊട്ടടുത്തുള്ള ആൾ ഓനെ ചാരി കിടക്കാണ്. ഓന് പൊട്ടങ്ങറ്റില് വീണിട്ട് മൂർക്കമ്പാമ്പിന്റെ കടി ഇങ്ങനെ കൊള്ളുന്ന സമയത്ത് ഐറോനാകാണ്. 2 ഒരേ ബെഡിലല്ലേ? പരസ്പരം ബന്ധമുണ്ടോ? അത് കിനാവല്ലേ എന്ന് പറയരുത്. കിനാവ് തള്ളി നീക്കാനുള്ളതല്ല, അത് അനുഭവം തന്നെയാണ്. അല്ലെങ്കിൽ ഇടക്ക് കുളിക്കേണ്ടി വരുന്നുണ്ട്. മിഥ്യയാണെങ്കിൽ കുളിക്കേണ്ടി വരുമോ? കിനാവ് കണ്ടിട്ട് കുളി നിർബന്ധമാണില്ലേ? അപ്പൊ അത് തള്ളി നീക്കണ്ടല്ല എന്നുള്ള ഉറപ്പായില്ലേ? ഇങ്ങനെ തന്നെയാണ് ഖബർ ജീവിതം. നല്ല മയ്യത്താണെങ്കിൽ നല്ലത് അനുഭവിക്കും, ചീത്ത മയ്യത്താണെങ്കിൽ ചീത്ത അനുഭവിക്കും. 2 മയ്യത്തിനും കൂടി ഒരു ഖബറിൽ ഇട്ടാലും ഒരാളുടെ മറ്റാക്കും ബാധിക്കൂല, ഇയാളുടെ അങ്ങോട്ട് ബാധിക്കൂല. അതിന് തെളിവ് നമ്മളെ കുറിച്ച് ഈ ദുനിയാവ് പഠിച്ചാൽ മതി. ഇനി ഖബർ ജീവിതത്തിനെ കുറിച്ച് ബർസഖ് എന്നാണ് പറയാ, ഉറങ്ങണതിനെ കുറിച്ചും ബർസഖ് എന്നാണ് പറയാ. യാ അല്ലാഹ്. അപ്പോൾ രാത്രി പറയാനൊരു കാരണമുണ്ട്. കാരണം എന്താ? രാത്രി നേരത്തെ പറഞ്ഞ ആയത്തുമായിട്ട് ബന്ധമുണ്ട്. നേരത്തെ ചത്തുകിടക്കുന്ന നിർജീവമായ ഭൂമി, ആ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതുപോലെ തന്നെയാണ് മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ എണീപ്പിക്കുക. എന്നപോലെ രാത്രിയിൽ മനുഷ്യന്മാരൊക്കെ ഉറങ്ങണ സമയം പിന്നെ സൂര്യോദയത്തോടു കൂടി ഉണരണോ?
അതുപോലെ തന്നെയാണ് നാളെ ആഖിറത്തിന് വേണ്ടി സൂറന്ന കാലത്തിൽ ഊതിയാൽ ഉണങ്ങിക്കിടക്കുന്ന ആളുകൾ സജീവമായിട്ട് പുറത്തേക്ക് വരിക എന്നും കൂടി സൂചിപ്പിക്കാനാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അത് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഓരോ ആയത്തിലും പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അതിനൊരു അർത്ഥമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്, ഒരു സൂചന ഉണ്ട്. 3 കാര്യം കൂടി ചേർത്തിട്ടാണ് ഓരോ ആയത്തുകളും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഒറ്റ ആയത്തിന് മതിയാകുന്നത്. പിന്നെ ചില ചരിത്രങ്ങളുള്ള ആയത്തുകൾ വരുമ്പോൾ എടുത്തിട്ടിട്ട് ഒന്നായിട്ടാണ്ട് പോകും, അല്ലെങ്കിൽ ആ ചരിത്രം മുഴുവനാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട വടകര അമ്മദാജി വലിയൊരു മഹാനായിരുന്നു. നമ്മളെ നാട്ടുകാർ വാണിയന്നൂരായിരുന്നു, വലിയ മഹാനായിരുന്നു. അവരുടെ മോനുണ്ട്, നല്ലൊരു പത്രപ്രവർത്തകനാണ് ബഷീർ. അദ്ദേഹം ആക്സിഡന്റ് ആയി മരിച്ചതിന്റെ ഒരു ഓർമ്മയുടെ ദിവസമാണ്. അതോടുകൂടി ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു, വലിയ മഹാനായിരുന്നു. അവരുടെ കാലത്ത് അവരെ കാണാൻ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട വലിയ മഹാനാണ്. മാത്രമല്ല വൈജ്ഞാനിക ഭൂമണ്ഡലത്തിൽ ദർസ് കൊണ്ട് ഇതിഹാസം സൃഷ്ടിച്ച മഹാനാണ്. അവരുടെ ജീവിതം ദർസിലായി ലയിച്ചതാണ്. അവരുടെ കറാമത്തിന്റെ ദർസാണ്. ദർസ് ഒഴിവാക്കിയത് ഒരു പരിപാടി ഉണ്ടാവില്ല, ഒരു യാത്ര ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ദർസ് അവരുടെ മരുന്നാണ്, ദർസ് അവരുടെ ഭക്ഷണമാണ്. ഒരിക്കൽ വലിയൊരാള് ചാലിയത്തവര് ദർസ് എടുത്തുന്ന സമയത്ത് അവിടെ കയറി ചെന്നു. നിങ്ങൾ കടപ്പുറത്തേക്ക് വരാം, എന്തേന്ന് വെച്ച് ഖിളർ അലൈഹിസ്സലാം അവിടെ വരാന്ന് പറഞ്ഞിട്ട് കാണാനാന്ന് പറഞ്ഞു. നിങ്ങൾ പോയി കണ്ടോളി, എനിക്ക് ദർസ വലുത് ഞാൻ ഇല്ല അറിഞ്ഞു. അത് പറഞ്ഞ ആളാ. അത് പറഞ്ഞ ഒരാളെ മാത്രമേ എനിക്ക് കേരളത്തിൽ പരിചയമുള്ളൂ, അത് ബഹുമാനപ്പെട്ടവരാണ്. അത്ര ഇൽമിനെ ഉയർത്തിക്കണ്ട ആളാണ് ദർസിനെ, വലിയ മഹാനാണ്. ഞാനിപ്പോഴും ഓർക്കുക, അവരുടെ അടുത്ത് പഴയ കാലത്ത് ഓതിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ശാലിയത്താന്ന് തോന്നുന്നു, ദർസ് എടുത്തുന്ന സമയത്ത് ഒരാള് വന്നു. ആള് വന്നിട്ട് പറഞ്ഞു, ഞാന് ഉസ്താദ് ഇന്ന സ്ഥലത്ത് മുത്താലിമായി പഠിക്കുന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇന്ന മുക്കറിന്റെ മോനാണ് എന്ന് പറഞ്ഞു. ദർസിന്റെ ഇടയിലൊന്നും ആരെയും ബിരിയാണിയിൽ സംസാരിക്കാത്ത ആളാണ്. പക്ഷെ അയാളെ വേഗം ആദരിച്ചിരുത്തി ചായ സൽക്കാരൊക്കെ കൊടുത്ത് കുറെ സംസാരിച്ചു. എന്താ ഒരു നന്ദിയാണ്. എന്താ നന്ദിയെന്നറിയോ? ഓതുന്ന സമയത്ത് രാത്രി ഫുള്ള് ഉറക്കൊഴിവാക്കിയിട്ട് അലിഫിയ എന്നുള്ളൊരു കിതാബുണ്ട്, നഹ്വിന്റെ കിതാബാണ്. അതിന്റെ ബെയ്ത്തും ഷറഹും മനപ്പാടാക്കും അന്ന് മഹാനവറുകൾ. അങ്ങനെ ഇത് ഈ മുക്കറി അറിയില്ല. മുക്കറി ഒരു ദിവസം അങ്ങനെ വന്നപ്പോ ഈ ഇരുട്ടത്തുനിന്ന് ഒരു ഒച്ചയൊക്കെയുണ്ട്. അപ്പൊ എന്താ വെച്ചാല് അന്ന് ചിമ്മിണിയല്ല, അത് കത്തിച്ചിട്ട് അതിന്റെ സമയം കഴിഞ്ഞാൽ എടുത്തു മണ്ണെണ്ണയാണ് അന്ന്. എന്നിട്ട് ഈ ഇരുട്ടത്ത് അരണ്ട വെളിച്ചത്തിൽ ഈ അലിഫിന്റെ ബെയ്ത്ത് മനപ്പാടാക്കിയിട്ട് പടിഞ്ഞാട്ടും തിരിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചൊല്ലാണ്. ഭയങ്കര രസാണത്. അങ്ങനെ പോണ ബെയ്ത്താണ്. അതിന്റെ ഷറഹടക്കം ഇങ്ങനെ മനപ്പാടാകുമ്പോ ഈ മുക്കരിക്ക് ഭയങ്കര ബേജാറായി. ഭയങ്കര ഒരു ദയനീയ രംഗല്ല കാണുക. വെളിച്ചമില്ല, സുബിയേരെ ഈ കുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ മനപ്പാടാക്കില്ലേ മോനെ. അപ്പൊ ഈ ഇരുട്ടത്ത് അതിന് മണ്ണെണ്ണില്ലല്ലോ. അപ്പൊ ഈ മുക്കറി അന്ന് എന്ത് ചെയ്ത് അന്നത്തെ കുറച്ച് പൈസക്കാരാണിട്ട് ഒരു വിളക്കും കുറച്ച് മണ്ണെണ്ണയും ഈ കുട്ടിക്ക് അന്ന് ഒപ്പിച്ചു കൊടുത്ത് രാത്രി ഇരുന്നിട്ട് വെളിച്ചത്ത് മനപ്പാടായിക്കോട്ടെ. ആ നന്ദിയാണ് കാലങ്ങൾക്ക് ശേഷം വന്ന് ഇയാളോട് കാണിച്ചത്. അന്നത്തെ മണ്ണെണ്ണന്റെ നന്ദി. അത്ര അധ്വാനിച്ച് ആത്മാർത്ഥമായിട്ട് പഠിച്ച് വലിയ മഹാനാണ്. അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ചെറിയ മുണ്ണം പോക്കറൂലിയര് അവരെ വഫാത്തിന്റെ ദിനാണ്. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ശ്രദ്ധേയനായ വലിയ മഹാനായിരുന്നു. അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ ദർസ് പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. മിൻഹാജ് ഓന്റെ അനുജനം ഇവിടെ ഉണ്ട്. അവരെ വല്യപ്പ മരിച്ച ദിവസമാണ്. അതിന്റെ വകയിൽ അവരെ ചായം ചെയ്യുന്നുണ്ടല്ലോ. എന്താ ജി പറയാത്ത? ഞാൻ കൊടുങ്ങല്ലപ്പത് തൊള്ളോന്ന് പറയില്ല. ഇങ്ങനെ ആക്കി പോയാൽ എന്താ മനസ്സിലായിരുന്നു? അപ്പൊ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല ആ വല്യപ്പാക്ക് അല്ലാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഖബറിൽ അല്ലാഹു സുഗന്ധം കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പറയപ്പെട്ട ചെറുപ്പക്കാരൻ ബഷീർ അടക്കമുള്ള ഓക്കോസ്ത അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അല്ലാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. എൻ്റെ പിതാവ് വഫാത്തായതും ദുൽഹജ്ജ് മാസത്തിലാണ്. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പടച്ചോനെ പറഞ്ഞും കേട്ടും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസിന്റെ പൊരുത്തത്തിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മരണം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാർ, അയൽവാസികൾ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഉമ്മിനീങ്ങളും ഉമ്മിനാത്തും എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ മാലിന്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ അല്ലാഹ്. ശരീരങ്ങളെ രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ. ജീവിതം കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. മറ്റൊരാൾക്ക് ഭാരമാകുന്ന രോഗങ്ങളും തന്നു പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഭൂമിയുടെ മുകളിൽ നിന്റെ പൊരുത്തം സമ്പാദിച്ച് ജീവിക്കാനും ഭൂമിക്ക് താഴെ ഞങ്ങൾക്ക് നിന്റെ തൃപ്തിയിലായി കഴിയാനും നാളത്തെ തറവാട് സ്വർഗമാവാനുള്ള വഴികളൊക്കെ ഒരുക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഉൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون.